അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്നു എന്നതാണ്. ഇന്ന് അന്വേഷണ സംഘത്തലവൻ തന്നെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സൂചിപ്പിക്കുകയോ കോടതി എന്തെങ്കിലും നിരീക്ഷണം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? വിഷയ കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് അല്പസമയത്തിനകം പുറത്തു വരും. ആ ഉത്തരവിൽ ഒരുപക്ഷെ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ കോടതി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയിരുന്നില്ല. പ്രത്യേകിച്ച് അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലൂടെ പോകുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പോകാതെ കോടതി സൂക്ഷിക്കുകയായിരുന്നു. ആ രീതിയിൽ തന്നെ ആകുമോ ഇന്നത്തെ ഇടക്കാല ഉത്തരവ് എന്നത് വ്യക്തമല്ല. എന്തായാലും 6 ആഴ്ച സമയം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ 6 ആഴ്ചയാണ് നൽകിയത്, പിന്നീട് 6 ആഴ്ച കൂടി നീട്ടി നൽകി. ഇപ്പോൾ 6 ആഴ്ച കൂടി ലഭിക്കുമ്പോൾ ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ മൊത്തത്തിൽ 18 ആഴ്ചത്തെ സമയമാണ് SITക്ക് കിട്ടുന്നത്. ഈ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 2019 ആ ദേവസ്വം ബോർഡിലെ അംഗമായിട്ടുള്ള ശങ്കരദാസിന്റെ അറസ്റ്റ് മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിയേർത്തവരിൽ, അതായത് പുതുതായി പ്രതിയേർത്തവരിൽ ഇനി രേഖപ്പെടുത്താനുള്ളത്. അതേസമയം ആദ്യ 2 FIRകളിലെ ഉദ്യോഗസ്ഥർ അത് ഇനിയും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ആ അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ SIT കടക്കുമോ, അതിന് മുൻപായി തന്നെ ഈ കുറ്റപത്രം തയ്യാറാക്കുമോ എന്നതൊക്കെയാണ് ഇനി വ്യക്തമാകാനുള്ളത്. എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ സ്വർണ്ണക്കൊള്ളയിലെ അന്തിമ റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് എത്തുക എന്നത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന് 6 ആഴ്ച കൂടി SITക്ക് സമയം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.